അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്ക് രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, ഞാൻ ഇറങ്ങുവാ. നിന്റെ ഡാഡിയോട് പറഞ്ഞേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. വേറെ ഒന്നും അറിയണ്ടല്ലോ ആ സൂപ്പർ ഹിറ്റ് സംവിധായകന്. മോളതൊന്നും കാര്യാക്കണ്ട. മമ്മിയുടെ സ്വഭാവം മോക്കറിയാലോ. സമയം കളയണ്ട, മോള് ക്ലാസ് പൊക്കോ. പപ്പയ്ക്ക് ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പോണം. രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തന്മാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ. എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവെയർ ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പരും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിക്കണം. എന്റെ ഡാഡിയാണ് സാർ. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലന്റെ അച്ഛനായില്ലയോ? ആ, ഇരി ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായ ഈ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ആ, നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. മുറിക്കകത്തുനിന്ന് ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേരെ ആത്മഹത്യ ചെയ്യുന്ന. അയ്യോ എന്റെ കർത്താവേ, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ. മോനെ, മോനെ. ദാ. നീ സ്റ്റോളെ ഒന്ന് പിടിച്ചു. എന്താ കാണാമോ? മോനുണ്ടാവത്ത് പറയുന്നേ. ഫാനിലൊന്നുമില്ല. നല്ലോണം നോക്കിക്കേ. അയ്യോ, എന്താ ചായ പറയുന്നേ? എന്താ എന്തു പറ്റി? ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തു.
Prem, Who's? take the class. ഗുഡ് മോർണിംഗ്. Morning. ഐ എം മറഡോണ. മറഡോണ. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ടേ കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്തേ ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും അത്? ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനാ എപ്പോഴും പപ്പയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാർ മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും, എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്. കെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടെന്ന് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ.